എന്ത് നാണം കെട്ട പരിപാടിയാണ് ഒരു ഗവൺമെന്റ് കാണിച്ചിരിക്കുന്നത്? പിണറായി വിജയൻ ഇടതുപക്ഷക്കാരന്റെ സ്ഥിരം അഭ്യാസമാണ്. ആ അഭ്യാസമൊന്നും ഇന്ന് കേരളത്തിൽ നടക്കില്ല. ഒരു രക്ഷയില്ല മോനെ, പരിപാടി നിർത്തിക്കോ. മൂന്നാമതും സഖാ പിണറായി വിജയൻ വരുന്നു. ഇത് മര്യാദകേട്. നിങ്ങളുടെ ഒരു റിപ്പോർട്ടറെയും കൊണ്ടുവന്നിരുത്തി കോൺഗ്രസും BJPയും ചോദിക്കുമ്പോൾ ഒരു ഇടപെടലും ഇല്ല. ആദ്യഘട്ടത്തിലും ഞാൻ തുടങ്ങി, താങ്കൾ ഇടപെട്ടു. ഈ രീതി അവസാനിപ്പിക്കണം, അല്ലെങ്കിൽ CPM പ്രതിനിധിയെ വിളിക്കരുത്. നിങ്ങളുടെ തൊഴിലാണ്. ഒരു ഗവൺമെന്റിൽ സത്യപ്രതിജ്ഞ ചെയ്ത് അധികാരത്തിൽ വന്നൊരു മന്ത്രിയാണ്. ഒരു സർക്കാർ ആശുപത്രിയിൽ ഇത്രയും നന്നായിട്ട് ജോലി ചെയ്യുന്ന ഒരു ഡോക്ടറെ കുറിച്ച് തെറ്റിദ്ധാരണ പരത്താൻ ശ്രമിച്ചത്. നാശത്തിലേക്കാണ് നിങ്ങൾ പോകുന്നത്. അത് ഞങ്ങൾ അങ്ങ് സഹിച്ചു. ആ മന്ത്രിക്കെതിരെയാണ് കേസെടുക്കേണ്ടത്. മറ്റൊന്ന് ഞാൻ പറയാം. ഇപ്പോ താങ്കൾ പറഞ്ഞു ഡോക്ടർ ഹാരിസ് ഗവൺമെന്റിന്റെ ഭാഗമാണെന്ന്. ഞങ്ങൾ സമ്മതിക്കുന്നു അരുണേ, ഡോക്ടർ ഹാരിസ് ഗവൺമെന്റിന്റെ ഭാഗം തന്നെയാണ്. ഞങ്ങളുടെ ഭാഗം അദ്ദേഹം ആകാൻ പാടില്ല. ഈ വിഷയം വന്ന ഉടൻ തന്നെ അദ്ദേഹം താമസിക്കുന്ന കമലേശ്വരത്താണ്. ഞങ്ങളൊക്കെ പോയിട്ട് അദ്ദേഹത്തെ ഒന്ന് കാണാം. അദ്ദേഹം കരഞ്ഞുകൊണ്ട് പത്രസമ്മേളനം നടത്തിയ നിമിഷം തന്നെ അദ്ദേഹത്തെ ഒന്ന് കാണാം, അദ്ദേഹത്തിന് ആത്മവിശ്വാസം കൊടുക്കാമെന്ന് കരുതി. പക്ഷേ പോകണ്ടെന്ന് ഞങ്ങൾ തീരുമാനിച്ചു. കാരണം ഞങ്ങളുടെ എങ്ങാനും നിഴല് കമലേശ്വരം വഴി പോയി കഴിഞ്ഞാൽ ഉടൻ തന്നെ നിങ്ങൾ സഹാക്കന്മാരെ കൂടെ, സൈബർ സഹാക്കന്മാരെ കൂടെ ഇറങ്ങി ആ പാവത്തിനെ ഇല്ലായ്മ ചെയ്യാൻ വേണ്ടി നിങ്ങൾ ശ്രമിക്കും. നമ്മുടെ ആരുടെയെങ്കിലും പിന്തുണയുണ്ടെന്ന് പറഞ്ഞാൽ അദ്ദേഹം BJPക്കാരനാണ്. അദ്ദേഹം അതുകൊണ്ട് ഗവൺമെന്റ് തകർക്കാൻ ശ്രമിക്കുന്നു. അതുകൊണ്ട് ഞങ്ങളുടെ ഭാഗം ആകരുതേ എന്നുള്ളൊരു പ്രാർത്ഥനയാണുള്ളത്. തമാശ പറയാതെ അല്ല, കാര്യമായിട്ട് പറഞ്ഞതാ. നിൽക്കട്ടെ, ശരി, ഓക്കെ. ഞാൻ ഒറ്റ കാര്യം കൂടെ പറഞ്ഞുകൊണ്ട് അവസാനിപ്പിക്കാം. അതായത് ഈ അവിടുത്തെ CCTV, ഒരുപാട് കാര്യങ്ങൾ പറയാനുണ്ട്. CCTV അവിടെ ആ മുറിക്കകത്തോട്ട് ആരോ കയറിപ്പോകുന്നത് കണ്ടു എന്ന് പറയുന്നുണ്ടല്ലോ, എന്ന് മാധവ് സമ്മതിച്ചിട്ടുണ്ടല്ലോ അവര്. ആ മുറിക്ക് എന്തേ അവിടെ ആ ഡോക്ടർ ഹാരിസിന്റെ റൂമിന്റെ ചുറ്റുവട്ടത്ത് ഒരു 4-5 CCTV അല്ലേ ഉള്ളൂ. മെഡിക്കൽ കോളേജിൽ മുഴുവനായിട്ടാണ് ആ കോമ്പൗണ്ടിൽ 100-150 CCTV കാണും. ഈ 4-5 CCTV പരിശോധിച്ച് കഴിഞ്ഞാൽ അത് കണ്ടുപിടിക്കാൻ പറ്റില്ലായിരുന്നേ. എന്താ വല്ല ഓടിയനാകാനാ കയറിപ്പോയത്? ഇനി ഓടിയന്മാർ മെഡിക്കൽ കോളേജ് റൂമിനുള്ളിൽ കടന്നു കയറുന്നു എന്ന് നിങ്ങൾ പറഞ്ഞോ? എന്ത് നാണം കെട്ട പരിപാടിയാണ് ഒരു ഗവൺമെന്റ് കാണിച്ചിരിക്കുന്നത്? പിന്നെ എങ്ങനെ പറയണം? ഡോക്ടർ ഹാരിസ് ഇല്ലാത്തപ്പോഴേക്ക് അദ്ദേഹത്തിന്റെ മുറി തുറന്ന് പരിശോധന നടത്തിയിട്ട് വേറൊരു പൂട്ടുന്നു. അദ്ദേഹം രാജിവെച്ചിട്ടില്ല, അദ്ദേഹം സസ്പെൻഷനിലല്ല. ഇപ്പോഴും അദ്ദേഹം ലീവിലാണെങ്കിലും അദ്ദേഹം അവിടുത്തെ ചാർജുള്ള ഉദ്യോഗസ്ഥനാണ്, ഡോക്ടറാണ്. അദ്ദേഹം ഇല്ലാത്തപ്പോൾ അദ്ദേഹത്തിന്റെ റൂം തുറന്ന് പരിശോധിച്ചിട്ട് വേറെ പൂട്ടാനായിട്ട് ഇത്രയും ഒരു ഗവൺമെന്റ് തന്നെ ഇത്രത്തോളം നാണം കെട്ട ഒരു കാര്യം ഒരാളിനെ തെറ്റുകാരനാക്കാൻ ശ്രമിക്കുമ്പോ നിങ്ങൾ കണ്ടുപിടിക്കണം. നിങ്ങൾ ആ CCTV പരിശോധിക്കണം. CCTV പരിശോധിക്കുവാനുള്ള എല്ലാ സിസ്റ്റവും ഇന്നുണ്ട്. 10 മിനിറ്റ് കൊണ്ട് 5 CCTV പരിശോധിച്ചു കഴിഞ്ഞാൽ ആരാണ് അതിനകത്ത് കയറിയിട്ട് ആ ഉപകരണം ഇവിടെ വെച്ചത്, അവിടെ ക്രമക്കേട് നടത്തിയത്, അവിടെ മാനിപ്പുലേഷൻ നടത്താൻ ശ്രമിച്ചത്? ഈ പറയുന്ന കയ്യിൽ എന്തെങ്കിലും ഒരു സാധനം ഡെലിവറി ചെയ്തതോ എന്തെങ്കിലും ഒരു ബോക്സ് ഉണ്ടോ എന്നതുപോലും പറയുന്നില്ല. ഒരാൾ അതിലെ പോകുന്നതായി CCTVയിൽ കണ്ടു എന്നാണ് പറയുന്നത്. ഇവരുടെ ഉദ്ദേശ ലക്ഷ്യം എന്താണെന്ന് വളരെ കൃത്യമായി കേരളത്തിന് മനസ്സിലാകുന്നുണ്ട്. കേരളത്തിന്റെ ആരോഗ്യ മേഖലയുടെ സിസ്റ്റം മുഴുവൻ ക്ലിയർ ആണ്, സിസ്റ്റം മുഴുവൻ എററാണ്. ഒന്നും മന്ത്രിക്ക് ഇതിനെപ്പറ്റി ന്യായമായി ഒന്നും അറിയില്ല എന്നുള്ളതാണ് വാസ്തവം. അതെ, അതുകൊണ്ടാണല്ലോ ഭംഗിയായിട്ട് ചെയ്തുകൊണ്ടിരിക്കുന്നത്. മന്ത്രിയുടെ ഓഫീസിൽ ഒരു PS ആണ് ഈ വകുപ്പ് തന്നെ ഭരിച്ചുകൊണ്ടിരിക്കുന്നത്. മന്ത്രിക്ക് ഏക്കും ബുക്കും ഈ വകുപ്പിനെ കുറിച്ച് ഒന്നും അറിയില്ല. ഇവരെന്ത് പറയുന്നോ അത് വന്ന് പത്രസമ്മേളനം പറയുക എന്നുള്ളതല്ലാതെ മന്ത്രിക്ക് ഈ വകുപ്പിനെ കുറിച്ച് യാതൊരു ധാരണയില്ല. അതുകൊണ്ടാണ് മന്ത്രി പല സമയത്തും പല അഭിപ്രായങ്ങളും ഈ വകുപ്പിനെ കുറിച്ച് പറയുന്നത്. ഇത് വളരെ കൃത്യമാണ്. സാധാരണക്കാരൻ ഇവിടെ ട്രംപിന്റെ കാര്യമൊക്കെ പറഞ്ഞു കേട്ടു. നമ്മളൊക്കെ ജീവനോടെ ഉണ്ട്. മെഡിക്കൽ കോളേജിൽ സാധാരണക്കാരൻ പാരസെറ്റമോൾ മേടിക്കാൻ ചെല്ലുമ്പോൾ അത് കിട്ടി ജീവനോടെ ഉണ്ടെങ്കിലല്ലേ ട്രംപിന്റെ കയ്യിൽ നിന്ന് സാധനം മേടിക്കലും കൊടുക്കലൊക്കെ പറ്റുള്ളൂ വരണേ. അതുകൊണ്ട് ഇത് സാധാരണക്കാരന്റെ പ്രശ്നമാണ്. ഈ പ്രശ്നം പറയുമ്പോൾ അമേരിക്കയിൽ ട്രംപിന്റെ തീരുവയെ കുറിച്ച് ചർച്ച ചെയ്യണമെന്നൊക്കെ പറയുന്നത് ഇടതുപക്ഷക്കാരന്റെ സ്ഥിരം അഭ്യാസമാണ്. ആ അഭ്യാസമൊന്നും ഇന്ന് കേരളത്തിൽ നടക്കില്ല. കേരളത്തിന്റെ ആരോഗ്യ മേഖലയുടെ പൂർണ്ണമായ പരാജയമാണ് ഈ സംഭവങ്ങളിൽ നിന്ന് വെളിവാകുന്നത്. സൂപ്രണ്ടും പ്രിൻസിപ്പളും നടത്തിയ പത്രസമ്മേളനത്തിലേക്ക് ആരോ വിളിച്ചു എന്നാ പറഞ്ഞേ. ഈ ചർച്ച ഒരു 15 മിനിറ്റ് ആയപ്പോ ഏതോ ഉന്നതം വിളിച്ചു എന്നായി. അത് കഴിഞ്ഞത് ഇപ്പൊ പറയുന്നു മന്ത്രിയുടെ ഓഫീസിൽ നിന്ന് വിളിച്ചു എന്ന്. ഈ ചർച്ച ഒരു 10 മിനിറ്റോടെ നീണ്ടാ പറയും മന്ത്രി വിളിച്ചു, പിന്നെ പറയും സഖാവ് പിണറായി വിജയൻ വിളിച്ചു, ഏറ്റവും അവസാനം പിണറായി വിജയന്റെ കുടുംബം വിളിച്ചു എന്ന് പറഞ്ഞിട്ട് ഈ ചർച്ച അവസാനിപ്പിക്കൂ. അപ്പൊ ഈ ചർച്ചയുടെ ലക്ഷ്യവും ഇതിൽ പങ്കെടുക്കുന്നവരുടെ പ്രയോഗമൊക്കെ കൃത്യമായിട്ട് പൊതുസമൂഹത്തിന് അറിയാം. കോൺഗ്രസിന്റെ പ്രതിനിധി മനസ്സിലാക്കേണ്ടത്, നിങ്ങൾ ഇങ്ങനെ കേരളത്തിന്റെ ആരോഗ്യ മേഖലയെ വിമർശിക്കണം.
അങ്ങനെ വിമർശിക്കുമ്പോൾ ഈ കേന്ദ്രം തന്നെ ഇപ്പൊ ബിജെപിയുടെ പ്രതിനിധി ഇവിടെ ഉണ്ടല്ലോ, ഈ ഇന്ത്യയിൽ തന്നെ ഏറ്റവും കൂടുതൽ സൗജന്യ ചികിത്സ കൊടുക്കുന്ന സംസ്ഥാനത്തിനുള്ള അവാർഡ് കഴിഞ്ഞ 3 വർഷമായി കേന്ദ്ര ഗവൺമെന്റ് സംസ്ഥാന ഗവൺമെന്റ് തരുവാണ്. അത് പോയി വാങ്ങിക്കുന്നവരാണല്ലോ. ഈ ആശുപത്രിയിൽ പോയി ചികിത്സ തേടുന്ന ആളുകളാണ് ഈ ചർച്ച കാണുന്നത്. അതുകൊണ്ട് ഈ പാലോട് രവി സ്വന്തം അണികളോട് പറഞ്ഞതുപോലെ ഒരു രക്ഷയില്ല മോനെ, പരിപാടി നിർത്തിക്കോ, മൂന്നാമതും സഖാ പിണറായി വിജയൻ വരുന്നു, നമ്മുടെ 3ാം സ്ഥാനവും കിട്ടില്ല 4ാം സ്ഥാനം കിട്ടില്ല എന്ന് DCC പ്രസിഡന്റ് അണികളോട് പറഞ്ഞത് ഇത്തരത്തിലൊക്കെ ചർച്ചയൊക്കെ നിങ്ങൾ നടത്തുന്നൊക്കെ കണ്ട് കേട്ടിട്ട് ഒരു പൊതുബോധ്യം ഉണ്ടായതാണ്. അത് അവിടെ നിൽക്കട്ടെ. രണ്ടാമത്തെ കാര്യം, മന്ത്രിയുടെ ഓഫീസിൽ നിന്നോ മന്ത്രിയോ മുഖ്യമന്ത്രിയോ ആ വാർത്താ സമ്മേളനം അങ്ങനെ പോകണമെന്ന നിർബന്ധ ബുദ്ധി. ഓക്കെ അല്ല, ഇത് മര്യാദകേട്. നിങ്ങളുടെ ഒരു റിപ്പോർട്ടറെയും കൊണ്ടുവന്നിരുത്തി കോൺഗ്രസും BJPയും ചോദിക്കുമ്പോൾ ഒരു ഇടപെടലും ഇല്ല. ആദ്യഘട്ടത്തിലും ഞാൻ തുടങ്ങി, താങ്കൾ ഇടപെട്ടു. ഈ രീതി അവസാനിപ്പിക്കണം, അല്ലെങ്കിൽ CPM പ്രതിനിധിയെ വിളിക്കരുത്. എന്റെ അമ്മച്ചി എന്തൊരു പെർഫോമൻസ്, എവിടെ നിന്ന് കിട്ടി ഇതിനെ? ഇവിടെ കോൺഗ്രസിന്റെ പ്രതിനിധി എന്താ പറഞ്ഞത്? ഇവിടെ പത്രസമ്മേളനം വിളിച്ചത് ഇവിടെ ഏതെങ്കിലും തരത്തിൽ റിപ്പോർട്ട് വന്നിട്ട് പോരെ? റിപ്പോർട്ടിനെ കുറിച്ച് പറയാനാണോ മിസ്റ്റർ പത്രസമ്മേളനം വിളിച്ചത്? ചില മാധ്യമങ്ങൾ ഈ ഗവൺമെന്റിന്റെ ഭാഗമായ മികച്ച ഡോക്ടറെ ഹരാസ് ചെയ്യാനും അദ്ദേഹത്തെ ഇത് കുറ്റവാളിയാക്കുന്നു എന്ന രൂപത്തിൽ പ്രചരണം നടത്തുമ്പോൾ ആ പ്രചരണം തെറ്റാണെന്ന് പറയാനാ പത്രസമ്മേളനം വിളിച്ചത്. അപ്പൊ ഇത് അദ്ദേഹത്തെ സംരക്ഷിക്കാനാണോ അല്ല അദ്ദേഹത്തെ ദ്രോഹിക്കാനാണോ എന്നുള്ളത് ജനം വിലയിരുത്തണം. പിന്നെ ഒറ്റ കാര്യം ഞാൻ പറയാനുള്ളൂ, നിങ്ങൾ ചേർത്ത് പിടിക്കുമെന്ന് പറയുന്നു. ഞാൻ ഒറ്റ കാര്യം പറയാൻ ആഗ്രഹിക്കുകയാണ്. ഡോക്ടർ ഹാരിസിനെ കുറിച്ച് വളരെ ആധികാരികമായി ഞാൻ അറിഞ്ഞത് പ്രകാരം അദ്ദേഹം വളരെ മാനസിക സമ്മർദ്ദത്തിലും അദ്ദേഹം അതിന്റെ ട്രീറ്റ്മെന്റും എടുക്കുകയാണ്. നിങ്ങൾ നവീൻ ബാബുവിനെ ചേർത്ത് പിടിച്ചതുപോലെ ഡോക്ടർ ഹാരിസിനെ ദയവായി ചേർത്ത് പിടിക്കരുത്. ഒരു സാധാരണപ്പെട്ട ഡോക്ടർ ഈ നാട്ടിലെ സാധാരണ ആരോഗ്യ സംവിധാനം മെച്ചപ്പെടുത്താൻ പറഞ്ഞൊരു അഭിപ്രായമാണ്. ആ അഭിപ്രായത്തിന്റെ പേരിൽ അയാളെ കൊള്ളക്കാരനുമാക്കി മാറ്റി നവീൻ ബാബുവിനെ ചേർത്ത് പിടിച്ചതുപോലെ ദയവായി നിങ്ങൾ ഡോക്ടർ ഹാരിസിനെ ചേർത്ത് പിടിക്കാൻ ശ്രമിക്കരുത്, അദ്ദേഹത്തെ നിങ്ങൾ ഉപദ്രവിക്കരുത്. കാരണം ഒരു ബന്ധവുമില്ലാത്ത 2 വിഷയങ്ങൾ അന്വേഷിക്കുന്നത്. അരുൺ അങ്ങയുടെ ഊഴത്തിൽ അങ്ങ് ചോദിച്ചു, അതിൽ ആരാണ് പത്രസമ്മേളനത്തിന് ഇടയ്ക്ക് വിളിച്ചത്? ബ്യൂറോക്രസി ആരിലാണോ വിളിച്ചത്? പൊളിറ്റീഷ്യൻസ് ആണോ? ഇനി നിങ്ങൾ മുഖ്യമന്ത്രിയുടെ വീട്ടിൽ നിന്ന് വിളിച്ചു, മുഖ്യമന്ത്രി വിളിച്ചു എന്നൊക്കെ പറയുന്നു. ഞങ്ങൾ അങ്ങനെയൊന്നും പറയില്ല, നിങ്ങൾ തന്നെ പറഞ്ഞാൽ മതി. നിങ്ങൾ തന്നെ പറഞ്ഞാൽ മതി, ഈ കൺഫ്യൂഷനൊക്കെ ഒഴിവാക്കാൻ. ഞങ്ങൾ നിങ്ങൾ പറഞ്ഞാൽ മതി. സിസ്റ്റം നിങ്ങൾ അരുൺ പറഞ്ഞപ്പോൾ ഞാൻ ഒന്നും പറഞ്ഞില്ലല്ലോ. അരുൺ പറഞ്ഞപ്പോൾ അരുണേ, ആരാണ് വിളിച്ചത്? പത്രസമ്മേളനം പുറത്തു നിന്ന് ഞങ്ങൾ പറയുന്നത് കൺഫ്യൂഷൻ ഇല്ല. നമ്പർ 1. 2, അരുൺ 1960 റൂൾ കോട്ട് ചെയ്തല്ലോ. അവസാനം അലമ്പാക്കി സകല മനുഷ്യരും കണ്ടതാണ് ആ വാർത്താ സമ്മേളനത്തിനിടയിൽ ഒരു കോൾ വന്നു എന്നുള്ളത്. ആ കോൾ ഏതാണ് എന്നറിയാൻ നമുക്ക് പഴയ പോലീസ് മേധാവിയുടെ, പഴയ ക്രമസമാധാന ചുമതലയുള്ള ADGPയുടെ തരത്തിലുള്ള സാങ്കേതിക വിദ്യ ഇല്ല എന്നിരിക്കെ മറ്റുള്ളവരുടെ ഫോൺ കോൾ തൽക്കാലം ആരാണ് വിളിച്ചതെന്ന് അറിയാൻ കഴിയാത്ത സാഹചര്യമുണ്ട്. ഒരു 6 ഇഞ്ച് നീങ്ങി ഒരു ചുവന്ന സ്വിച്ച് കാണുന്നുണ്ടോ? കാണുന്നുണ്ട്. ഈ സ്വിച്ചിന്റെ കാര്യമാണ്. ചുവന്ന സ്വിച്ച് അമർത്തിയോ? അമർത്തി. താങ്ക് യു. ഈ ഉപകാരം മറന്നാലും ഞാൻ മരിക്കില്ല.